അപ്പോൾ ദേ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ക്രോഷയുടെ ഈ ബാഗ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഈ ബാഗ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എൻ്റെ ക്രോഷയുടെ ഫസ്റ്റ് പ്രൊജക്റ്റാണ് കേട്ടോ ഈ ബാഗ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു കൊണ്ടാ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് മാക്രമി കോഡ്സ് ആണ് കേട്ടോ. ഒരു 4 mm തിക്നെസ് വരുന്ന ബ്ലൂ കളറിൽ വരുന്ന ഒരു മാക്രമി കോഡ്സ് ആണ്. അതാവുമ്പോൾ ബാഗ് അത്യാവശ്യം സ്റ്റിഫായിട്ടിരിക്കും കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു 5 mm ഹൂക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്കത് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുത്തു. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ചെയിൻസ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. നമ്മൾ 60 ചെയിൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ബാഗ്, അതായത് നമുക്ക് എത്ര വിട്ടാണോ വേണ്ടത് അതനുസരിച്ചാണ് നമുക്ക് ചെയിൻ ഇടേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ എത്ര ഹൈറ്റാണ് വേണ്ടത്, ഇതെല്ലാം ബേസ് ചെയ്താണ് നമ്മൾ എത്ര സ്റ്റിച്ചസ് എത്ര റോസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ബാഗിന് ഒരു ഹൈറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് എത്ര വേണോ അതനുസരിച്ചാണ്. അപ്പം ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാനൊരു 60 സ്റ്റിച്ചസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ ബാഗിൻ്റെയൊക്കെ സൈസ് മതിയെന്നുണ്ടെങ്കിൽ ഒരു 60 സ്റ്റിച്ചസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ 60 എണ്ണം കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ 60 സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ ഇതാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള അവസ്ഥ. അതിനുശേഷം ഞാൻ ഒരു എണ്ണം കൂടി എക്സ്ട്രാ എടുക്കുക, അതായത് 61 എടുക്കുവാണ്. നമുക്ക് ഒരു സ്റ്റിച്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ ഈ ബാക്കിലത്തെ സ്റ്റിച്ച് ഉണ്ട്, ഇത് ഫ്രണ്ട് സ്റ്റിച്ച്, ഇത് ബാക്ക് സ്റ്റിച്ച്. ഈ ബാക്ക് സ്റ്റിച്ചിലാണ് നമ്മൾ ബാക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ രണ്ടാമത്തെ ബാക്ക് സ്റ്റിച്ചിൻ്റെ അകത്തേക്ക് ഞാൻ ഒന്നുകൂടി ഹൂക്ക് കയറ്റി വിടുക കണ്ടോ. എന്നിട്ട് യാൺ ഓവർ ചെയ്തു, അതിനെ അകത്തോട്ട് പുള്ള് ചെയ്തു. അതിനുശേഷം വീണ്ടും അപ്പം നമ്മുടെ ഈ ഹൂക്കിൻ്റെ അകത്ത് 2 എണ്ണം ഉണ്ടാവും, അതിൻ്റെ 2ൻ്റെ വെളിയിലേക്ക് എടുത്തു കേട്ടോ. പിന്നെ ഞാൻ സ്റ്റിച്ച് മാർക്കേഴ്സ് ഇട്ട് കൊടുക്കേണ്ട എൻഡ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണോ. ഈ ചെയ്ത സ്റ്റിച്ചിൻ്റെ പേര് സ്ലിപ്പ് സ്റ്റിച്ച് എന്നാണ് കേട്ടോ. നമ്മളത് തന്നെയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി അകത്തേക്ക് എടുത്തു, യാൺ ഓവർ ചെയ്തു, വീണ്ടും വെളിയിലോട്ട് വലിച്ചെടുത്തു. ഇങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണത്. ഈ സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെയും ചെയിൻ സ്റ്റിച്ച്, സ്ലിപ്പ് നോട്ട്, ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്റ്റിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെയിൻ്റെ ബാക്ക് സ്റ്റിച്ചിലാണ് എല്ലാ സ്റ്റിച്ചസും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ആദ്യം ഒരു 6 എണ്ണമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ എൻഡിൽ ഞാൻ 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു, അതായത് എൻഡ് പോർഷനിൽ നമ്മുടെ സ്റ്റിച്ച് നിൽക്കണോടത്തുനിന്ന് ഞാൻ 6 എണ്ണം ചെയ്തു. അങ്ങനെ നമ്മുടെ 6ാമത്തെ സ്റ്റിച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് 6 എണ്ണം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൂക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തു, ഒന്ന് വെളിയിലോട്ട് വലിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി യാൺ ഓവർ ചെയ്തിട്ട് പിന്നെ ഫുൾ ത്രെഡ് അതിൻ്റെ അകത്ത് എത്ര ചെയ്യുന്നുണ്ടോ അത് ഫുൾ വെളിയിലോട്ട് എടുക്കണം. 2 എണ്ണം ആയിരിക്കും ഉള്ളത്, അത് 2നെയും വെളിയിലോട്ട് എടുക്കണം. അപ്പം ആദ്യം ഒന്ന് ഹൂക്ക് ഇൻസേർട്ട് ചെയ്യണം, പിന്നീട് ഒന്ന് യാൺ ഓവർ ചെയ്യണം, എന്നിട്ട് ആ യാൺ ഓവർ ചെയ്തതിനെ ഒന്ന് വെളിയിലെടുത്തതിന് ശേഷം വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ചെയിൻ്റെ അകത്തുനിന്നും വെളിയിലെടുക്കണം. അങ്ങനെയാണ് നമ്മുടെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പം ഞാൻ സ്റ്റിച്ചസ് എല്ലാം വീണ്ടും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ വിഷ്വലി മനസ്സിലാവുമായിരിക്കും. ഇതെല്ലാം ചെയ്യാൻ നമുക്ക് ആദ്യം ആ ബേസിക് സ്റ്റിച്ചസ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പം ഞാൻ ബേസിക് സ്റ്റിച്ചസിൻ്റെ ഞാൻ ഓൾറെഡി ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ ബേസിക് സ്റ്റിച്ചസ് ഒന്ന് പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സിംഗിൾ ക്രോഷേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 48 സ്റ്റിച്ചസാണ് സിംഗിൾ ക്രോഷേ ഞാൻ ഇട്ടത്. അപ്പോൾ ആദ്യം 6 സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നീട് 48 സിംഗിൾ ക്രോഷേ ചെയ്തു, വീണ്ടും ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് എൻഡിൽ 6 എണ്ണം കൂടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ 3 ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. സ്ലിപ്പ് നോട്ട്, ചെയിന്, സ്ലിപ്പ് സ്റ്റിച്ച്, സിംഗിൾ ക്രോഷേ, ഇത്രയും സ്റ്റിച്ചസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഈ ബാഗിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ആദ്യത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ലുക്കിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. പിന്നെ എൻ്റെ ടെൻഷനും കാര്യങ്ങളൊന്നും അത്ര പെർഫെക്റ്റ് അല്ല. എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റാണെന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ വർക്ക് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മൾ ബെറ്ററായി വരുള്ളൂ. ആദ്യത്തെ പ്രൊജക്റ്റിൽ ഒരുപാട് പ്രതീക്ഷിക്കരുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് ഇത്ര അടിപൊളിയായി വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തി, എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞിരിക്കെ നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ചും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 6 സ്ലിപ്പ് സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. 1 2 3 4 5 6. ഇനി ഒരു ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. കണ്ടോ. അപ്പോൾ അത് എൻഡ് പോർഷനാണ്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് മാർക്കർ ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം സ്റ്റിച്ച് മാർക്കേഴ്സ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിന് എപ്പോഴും സ്റ്റിച്ചസ് എവിടെയാണ് എൻഡ് ചെയ്തതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം
ഒരു ചെയിൻ സ്റ്റിച്ച് വിട്ടതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് കണ്ടോ ഔട്ട്വേർഡ് അല്ല, അതായത് അപ്വേർഡ് ഡയറക്ഷനിലുള്ള ചെയിനിലാണ് നമ്മൾ ഇത് ചെയ്യണത്. 2 ചെയിനും കൂടി കൂട്ടിയിട്ടും അല്ല, അതുപോലെ 2 താഴത്തെ ചെയിനിലും അല്ല, മുകളിലത്തെ ചെയിനിലാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. മുകളിലത്തെ ചെയിനിൽ ഇതേ കാണാൻ പറ്റുന്നുണ്ടാവും, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, വീഡിയോ കറക്റ്റായിട്ട് നോക്കിയാൽ മതി. അവിടെ ഞാൻ വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് 6 സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 6 സ്ലിപ്പ് സ്റ്റിച്ചിന് ശേഷം നമ്മൾ താഴത്തേതിൽ ചെയ്തതുപോലെ തന്നെ 48 സിംഗിൾ ക്രോഷ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദേ 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, കണ്ടോ? അവിടെ അത് ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണോട് ഇച്ചിരി ചെറുതായിട്ടും സിംഗിൾ ക്രോഷ്യ ചെയ്യണ ഇച്ചിരി വലുതായിട്ടുമാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. ബാഗിൻ്റെ മുകൾ പോർഷൻ ഇച്ചിരി ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ 2 ടൈപ്പിലുള്ള സ്റ്റിച്ചസ് ചെയ്ത്. പിന്നീട് നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്തു. ഇനി 48 നമ്പേഴ്സാണ് സിംഗിൾ ക്രോഷ്യ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ 48 കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻഡിൽ വീണ്ടും 6 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യും. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ചെയിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. നമ്മളിപ്പോൾ ഇപ്പുറ സൈഡിൽ ആഡ് ചെയ്ത് തരുന്നില്ലേ, എൻഡ് വന്നു കഴിയുമ്പോൾ വീണ്ടും ഒരു ചെയിൻ കൂടി. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ എൻഡ് പോർഷനിൽ എപ്പോഴും എൻഡിൽ വന്നു കഴിയുമ്പോൾ നമ്മളൊരു ചെയിൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ എക്സ്ട്രാ ചെയിൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ തിരിച്ച് പിടിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലായിരിക്കണം നമുക്ക് വർക്ക് ചെയ്യാനുള്ള പോർഷൻ ഇരിക്കേണ്ടത്. അങ്ങനെ പിടിച്ചാൽ മാത്രമാണ് നമുക്ക് സ്മൂത്തായിട്ട് വർക്ക് ചെയ്ത് ഇത് ഫിനിഷിങ്ങിലാവാനും നല്ല ഭംഗിയായിട്ട് വരാനും പറ്റുള്ളൂ. എങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത് അതങ്ങനെ തന്നെ ഇങ്ങനെ തിരിച്ച് പിടിച്ചാൽ മതി. കറക്റ്റായിട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതെങ്ങനെ പിടിക്കേണ്ടതെന്നുള്ളത്. ദേ അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ സെക്കൻഡ് റോയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇതേ കംപ്ലീറ്റ് ആവാറായി. ഒരെണ്ണം കൂടി ചെയ്ത് കഴിഞ്ഞ് സ്ലിപ്പ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആവും കേട്ടോ. ദേ ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. അതിനുശേഷം നമ്മളിത് എക്സ്ട്രാ ഒരു ചെയിനും കൂടി ഇട്ടു. നമ്മളെപ്പോഴും എക്സ്ട്രാ ഒരു ചെയിൻ ഇടണം, കണ്ടോ? അതിനുശേഷം ഞാൻ ഇങ്ങനെ കണ്ടോ, ഇപ്പോൾ ഞാൻ തിരിച്ചത് കണ്ടില്ല, അതുപോലെ വേണം നമ്മൾ തിരിച്ച് പിടിക്കാൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേ ടോപ്പിലത്തെ റോയിൽ സെക്കൻഡ് ചെയിൻ്റെ അകത്ത് സെക്കൻഡ് ചെയിൻ്റെ ടോപ്പിലെ ചെയിനിലാണ് കേട്ടോ നമ്മൾ, അതായത് ഔട്ട്വേർഡ് ഉള്ള ചെയിനിൽ നമ്മൾ വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇത് നമ്മൾ സെയിം ആദ്യം ചെയ്തതുപോലെ തന്നെ 6 സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നീട് 48 സിംഗിൾ ക്രോഷ്യ, പിന്നീട് വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച്, എക്സ്ട്രാ ചെയിൻ, വീണ്ടും തിരിച്ചു പിടിക്കുന്നു, വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മുടെ പാറ്റേൺ ഫുൾ ഇതാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര റോസ് നമ്മൾ റോ ചെയ്യുന്നത് ബാഗിൻ്റെ വിഡ്ത്ത് അനുസരിച്ചാണ്. നമുക്ക് എത്ര വിഡ്ത്താണോ വേണ്ടത് അതനുസരിച്ചാണ് നമ്മൾ റോസ് എത്ര എണ്ണം വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുന്നേ ഇത് കണ്ടോ, ഇതുപോലെ നമ്മുടെ എൻഡ് വന്ന് നിൽക്കും. ഇപ്പോൾ ഈ ഞാൻ ഫസ്റ്റ് എടുത്ത ഒരു യാണിൻ്റെ സെറ്റ് തീർന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ യാൺ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ഒരു പ്ലാസ്റ്റിക് കണ്ടൻറ്റ് പോലെ ഉണ്ട്. പിന്നെ ഈ യാണിൻ്റെ ഇങ്ങനെ ലൂസായി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് ഹീറ്റ് ചെയ്ത് അതിൻ്റെ സൈഡ് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായി. പിന്നീട് കണ്ടോ 2 യാണും കൂടി ഞാൻ കണക്ട് ചെയ്തു, കണ്ടോ? ഇങ്ങനെ കണക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതായത് നമ്മൾ ആ ചെയിൻ്റെ അകത്തുനിന്ന് ഇട്ടതിന് താഴെ ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് വലിക്കുമ്പോൾ അതായത് പുതിയ യാണിൻ്റെ എൻഡ് പോർഷനെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ 2 തുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും, അതിന് ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് വെച്ച് ഹൈഡ് ചെയ്താണ് കേട്ടോ ഞാൻ ഈ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ നോർമലി സിംഗിൾ ക്രോഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രക്രിയ തന്നെ സെയിം ആയിട്ട് ചെയ്തു പോവുകയാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഈ എൻഡ് പോർഷൻ നിൽക്കാൻ പാകത്തിന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എങ്ങനെയാണ് ഈ 2 എണ്ണം ജോയിൻ ചെയ്യുന്നത്, ഹൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ചെയ്ത് ഇത്ര എത്തിലെത്തി. ഒരു 2-3 ദിവസത്തെ വർക്കാണ് കേട്ടോ. ഒറ്റ ദിവസം കൊണ്ടൊന്നും എന്നെക്കൊണ്ട് ഇത്ര എത്താൻ പറ്റിയില്ല. അപ്പം ഞാൻ കണ്ടോ മുകളിൽ വീതി കുറഞ്ഞിരിക്കണം, അത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തോടോ, ബാക്കി നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തോടോ ആണ് കേട്ടോ. അങ്ങനത്തെ ഒരു 35 റോ ആണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തത്. പിന്നീട് ആ എൻഡ് പോർഷനിലുണ്ടായിരുന്ന ഇതിനെ ഞാൻ കട്ട് ചെയ്തെടുത്തു, നമുക്ക് വേണ്ട നീളത്തിന് കട്ട് ചെയ്തെടുത്തു. പിന്നെ ആ ഹൂക്കിൻ്റെ അകത്തേക്കൂടെ ലാസ്റ്റ് വന്ന ലൂപ്പിൻ്റെ അകത്തേക്കൂടെ ഞാൻ ആ ത്രെഡ് ഫുൾ വെളിയിലോട്ട് വലിച്ചെടുത്തു. അപ്പോൾ ഒരു എന്താ പറയുക ഊരിപ്പോരാണ്ടിരിക്കും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ടാപ്പസ്ട്രി നീഡിൽസ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡൊന്ന് തുന്നി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല. ആ ഒന്നിച്ച് പിടിക്കുമ്പം അതിൻ്റെ ചെയിൻ്റെ സ്റ്റിച്ചസ് കാണാമല്ലോ. അപ്പോൾ ചെയിൻ്റെ സ്റ്റിച്ചസിൽ വെളിയിലോട്ടുള്ള സ്റ്റിച്ചസിനെ 2നെയും കൂടി ഞാൻ ജസ്റ്റ് ത്രെഡ് യൂസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോർമലി ഒരു സാധനം തുന്നി എടുക്കൂലേ അതുപോലെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണുള്ളൂ. ക്ലിയർ ആയിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും.
ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പാകത്തിനാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനത് ടെപ്പസ്ട്രി നീഡിൽസ് യൂസ് ചെയ്താണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൂക്സ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ നീഡിൽസ് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് നീഡിൽ വെച്ച് വർക്ക് ചെയ്യുമായിരിക്കും ഇച്ചിരി കൂടി സുഖം തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ ഇത്രയും ചെയ്തെടുക്കുമ്പോഴത്തേക്കും കൈയൊക്കെ ചെറിയ വേദനയൊക്കെ എടുക്കും, ആദ്യമായിട്ട് പരീക്ഷിക്കുന്നതായതുകൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ ദേ ഡി ഷേപ്ഡ് ഹൂക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഹൂക്സ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അതും അപ്പോൾ സിമ്പിളായിട്ട് ചുമ്മാ നമ്മൾ സാധാരണ ഒരു സാധനം തുന്നി പിടിപ്പിക്കില്ലേ, അതുപോലെ തന്നെ. അതൊക്കെ ഇപ്പം ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, വേണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി കേട്ടോ. അല്ലാണ്ട് ഇതിപ്പോൾ എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടേന്ന് അറിയില്ല. ജസ്റ്റ് നമ്മൾ നോർമലി തുന്നി പിടിപ്പിക്കുന്ന പോലെ പിടിപ്പിക്കുന്നേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും ഞാൻ അതിൻ്റെ സൈഡ് നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ അത് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഇതിനെ അകത്തോട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതായത് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ത്രെഡ് ഹൈഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതിനെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് അകത്ത് വലിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ചെയ്തേക്കണ സ്റ്റിച്ചസിൻ്റെ അകത്തേക്കൂടെ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് പോവാം കേട്ടോ. അത് പിന്നെ രീതിക്കൊന്നുമില്ല, നമ്മുടെ സ്റ്റിച്ചിൻ്റെ അകത്തേക്കൂടെ കയറി കഴിയുമ്പോൾ അവിടെ ഹൈഡായി ഇരുന്നോളൂ സാധനം. അപ്പം അങ്ങനെ ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്ത് ഹൈഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തെടുക്കുന്നത് കേട്ടോ. സെയിം ഈ പ്രോസസ്സിൽ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡും കൂടി ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് എന്താ പറയുക, ഹീറ്റ് ചെയ്ത് അതൊന്ന് ഇത് ചെയ്തിട്ട് അകത്ത് ഇതുപോലെ തന്നെ ഹൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഇത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തു ഹൂക്ക് യൂസ് ചെയ്ത്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് ഇത് ചെയ്യണമെന്ന് കാണിച്ചു തരാം. കണ്ടോ, ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഹീറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ അടുത്ത് ടേപ്പസ്ട്രി നീഡിൽസ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല എന്ന്. കണ്ടോ, ഈ ഹുക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഹുക്കിനെ പല ഇതിൻ്റെ അകത്തേക്കൂടെ സ്റ്റിച്ചസിൻ്റെ അകത്തേക്കൂടെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ത്രെഡിനെ പിടിച്ചിങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പക്കയായിട്ട് ഇത് ഹൈഡായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ തുമ്പ് ഞാൻ ഇതിൻ്റെ അകത്ത് ഹൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണില്ല, പിന്നെ നമ്മൾ നോക്കിയാലും കാണത്തില്ല കേട്ടോ. ഞാനിപ്പം അതവിടെ ഹൈഡ് ചെയ്തു. അതിനുശേഷം ഇപ്പുറ സൈഡ് വീണ്ടും ഞാൻ തുന്നുവാണ് കേട്ടോ. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പുറ സൈഡും ഹൈഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ ടെപ്പസ്ട്രി നൂഡിൽസ് യൂസ് ചെയ്ത് ഫുൾ ആ എൻ പോർഷനിലുള്ള ചെയിനിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ചുമ്മാ ജസ്റ്റ് സ്റ്റിച്ചസ് ഒന്നും ഇന്ന രീതിയിലുള്ള സ്റ്റിച്ചസ് ഒന്നും പറയാനില്ല, ചുമ്മാ ജസ്റ്റ് കണക്ട് ചെയ്ത് തുന്നി കൊടുത്തു. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും തുന്നിയതിന് ശേഷം നമ്മളതിനെ രണ്ട് സൈഡിലേയും ഹൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അകത്ത് ഇൻസേർട്ട് ചെയ്ത് ഹൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെയും എൻ പോർഷനിലെത്തി. കണ്ടോ, ഈ എൻഡിൽ നിന്നും ഞാൻ ഇവിടെ ലോക്ക് ചെയ്ത് ഇപ്പം ഞാനിത് അകത്തേക്കൂടെ തുന്നണം കേട്ടോ. ഞാൻ മറ്റത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തോട്ട് എടുത്തായിരുന്നു. ഞാൻ ഓൾറെഡി ഡി ഹുക്ക് വെളിയിൽ നിന്ന് തുന്നിയതിന് ശേഷം ഞാനത് മറച്ചെടുത്തിട്ട് അകത്തേക്ക് ഇട്ടിട്ടാണ് തുന്നിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സെയിം പ്രോസസ്സിൽ തന്നെ ടേപ്പസ്ട്രി നൂഡിൽസ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ അകത്തേക്കൂടെയൊക്കെ കയറ്റി ഹൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ മറ്റേന് ചെയ്തതുപോലെ തന്നെ എന്താ പറയുക, ഹീറ്റ് ചെയ്ത് അകത്ത് ഹൂക്സ് യൂസ് ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളതിനെയൊക്കെ ഹൈഡ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമ്മളിത് ഫ്ലിപ്പ് ചെയ്യണം, കാരണം വെളിയിലത്തെ പോർഷനിലേക്ക്, ഇതിപ്പോൾ അകത്തെ പോർഷനിൽ ഇട്ടിട്ടാണ് നമ്മൾ ആ ത്രെഡ് ഹൈഡ് ചെയ്ത് കൊടുത്തത്. വെളിയിലത്തെ പോർഷനിലാവുമ്പോൾ എങ്ങാനും ഇനി നമ്മളുടെ അടുത്ത് അകത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങളോട് വന്നു കഴിഞ്ഞാൽ ഊരിപ്പോകാൻ വിസിബിൾ ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അകത്താണത് ഹൈഡ് ചെയ്ത് കൊടുത്തായിരുന്നത്. അതിനുശേഷം ഞാൻ അതിനെ ഫ്ലിപ്പ് ചെയ്തെടുത്തു, നേരെ തിരിച്ചെടുത്തിട്ട് പുറത്തെ വശത്തിലേക്ക് ആക്കി കൊടുത്തു കേട്ടോ. നമ്മുടെ പുറം വശം ഇതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ ഹൂക്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് തന്നെ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മാഗ്നറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. തുന്നി പിടിപ്പിക്കാൻ പാകത്തിനുള്ളതാണെങ്കിലാണ് ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് അങ്ങനെ വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ തുന്നി പിടിപ്പിക്കാൻ പാകത്തിനുള്ളതല്ലായിരുന്നു ഇരുന്നത്, അതുകൊണ്ട് ഞാനത് വെച്ച് കൊടുത്തില്ല. പിന്നീട് ഇതുപോലെ ചെയിൻസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലെയും ഹുക്കിലേക്ക് നമ്മൾ ചെയിൻസ് കയറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് വേറെ ചെറിയ ബാഗ് ഹോൾഡ് ചെയ്യാൻ പാകത്തിനുള്ള കുഞ്ഞ് ഹാൻഡിൽസ് വേണമെന്നുണ്ടെങ്കിൽ അത് ക്രോഷേ യൂസ് ചെയ്തോ ഇല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽസ് വാങ്ങാൻ കിട്ടും, അതോ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എൻ്റെ ഫസ്റ്റ് ക്രോഷേ പ്രൊജക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു വരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.